ചായല്ല 10:30 മണിയായി പിന്നെ എഴുന്നേറ്റ് വന്നാക്കണത്. ചായ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് വന്ന ടൈം നല്ല തേപ്പാണ്ട്ട്ടോ, നല്ലൊന്നും ശ്വാസമില്ല. എനിക്ക് തോന്നില്ല, പക്ഷെ അടുക്കളപ്പണി വീട്ടുപണി കണ്ണെടുത്താ കണ്ണു സ്റ്റാർട്ടായി. അപ്പൊ തന്നെ വീട്ടിൽ പ്രശ്നമാണ്. വേറെ ഒന്നല്ല, അമ്മയുള്ളപ്പോ വില അറിയൂല. ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. മോസ്റ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തേക്കാം കേട്ടോ. അപ്പം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വീഡിയോ സ്റ്റാർട്ടായി. അപ്പം തന്നെ വീട്ടിൽ പ്രശ്നമാണ്. വേറെ ഒന്നല്ല, ഇന്നലെ കിടന്നപ്പോൾ ഏകദേശം ഒരു 12 മണി 1 മണി ടൈം ആയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വൈകി എണീറ്റുള്ളൂ. അപ്പം തന്നെ മമ്മിയുടെ വഴക്ക്. രാവിലെ തന്നെ എണീറ്റു വഴക്കങ്ങാട് പറഞ്ഞു. അന്നത്തെ ദിവസം കണ്ട ഷോക്കും വെച്ചാൽ നല്ല ഷോക്കും ഞാൻ കാണിച്ചു തരും. ഇപ്പം നമ്മുടെ ഒറിജിനൽ സ്വഭാവം. മമ്മി ചായല്ല 10:30 മണിയായി പിന്നെ എഴുന്നേറ്റ് വന്നാക്കണത്. ചായ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് വന്ന ടൈമാണ് ഇപ്പൊ. നേരത്തേക്ക് എഴുന്നേക്കണ്ടേ? നേരത്തേക്ക് എഴുന്നേറ്റ് ഓടിക്കണം, അമ്മമാരെ സഹായിക്കണം. അങ്ങനെയാണ് പെൺകുട്ടികള്. ഇത് എഴുന്നേറ്റ് വന്ന ടൈം കാലത്ത് രാത്രി മുഴുവനും ഫോൺ കുത്തി കിടക്കും. എന്നിട്ട് കാലത്ത് എഴുന്നേറ്റ് വന്ന സമയമാണ്. ചായ ഇല്ല, കുടിക്കണ്ട. പിന്നെ എനിക്ക് ചായ വേണം, ഞാൻ അടുത്തേക്കും ഇല്ല. എന്താണ് ഈ പഠിക്കണ കൊച്ചുങ്ങള് പഠിക്കണം, അല്ലാണ്ട് പണിയെടുക്കരുത്. പഠിക്കണ കൊച്ചുങ്ങള് പണിയെടുക്കില്ല. എവിടെ തന്നെ ആയോണത്? ഒന്ന് പോയൊന്നു. ഗായ്സ്, ഇതേപോലത്തെ അമ്മമാര് നിങ്ങളുടെ വീട്ടിലുണ്ടാ? ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണോട്ടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ല, ഇതേപോലത്തെ ഒരമ്മ എനിക്ക് മാത്രമുള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഫുഡ് തരൂല, എന്നോട് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാ എനിക്ക് വേണ്ടത് വെച്ചാ? എന്തൊക്കെ പറഞ്ഞാലും അമ്മയായി പോയില്ലേ, കഴിക്കി. കണ്ട ഗായ്സ്, ഇതാണ് ഇവിടുത്തെ ഡെയിലി ഉള്ള റൂട്ടീൻ എന്ന് പറയുന്നത്. തല്ലുടിക്കും, ഫുഡ് ഇല്ലെന്ന് പറയുന്നിടത്ത് മുന്നിൽ തന്നെ ഫുഡ് കൊണ്ടുവെക്കും. കുറച്ച് നേരത്തെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെങ്ങനെ അടയും ചക്കരയും പോലെ കണ്ട കഴിക്കുന്നു. നേരത്തെ നിങ്ങൾ ഇട്ടുകൊണ്ടല്ലിട്ട കേട്ടത്, സ്ലാങ് ദേഷ്യത്തോടെ ഇരുന്നു. മാറിയതണ്ട. ഇതാ പറയണ മമ്മിക്ക് 2 പ്രേതമുണ്ട്. ഒന്ന് പാവം പ്രേതം, പിന്നൊന്ന് എന്താ രാക്ഷസിയായിട്ടുള്ള. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? കാലത്ത് എഴുന്നേറ്റ് പെൺകുട്ടികൾ കാലത്ത് എഴുന്നേറ്റ് പണിയൊക്കെ ചെയ്ത് സഹായിക്കണം. അപ്പൊ അമ്മമാർക്ക് ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണി, വീട്ടിൽ പണിയെടുക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല. അതേസമയം നിങ്ങൾ ഫോണിൽ കുത്താൻ നോക്കി, ഞാൻ എത്ര നേരം പേര് ഞാൻ ഫോണിൽ പണിയും, അതിനൊരു എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അടുക്കളപ്പണി വീട്ടുപണി കണ്ണെടുത്താ കണ്ണുടക്കി മുടുക്കത്തെ മടിയാണ്. എന്താണ് അത്? അമ്മയുള്ളപ്പോ വില അറിയൂല. മനസ്സിലായോ? സെന്റിമെന്റ്സ് ആക്കി. അമ്മ എന്താ കഴിക്കണേ? ചപ്പാത്തി കുറുമക്കറി. ഗൈസ്, അപ്പം എനിക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി ചിക്കൻ കറി ഉണ്ട്. അപ്പം മമ്മി ചിക്കൻ കൂട്ടില്ല. കാരണം എന്ന് വെച്ചാൽ മമ്മി നോയമ്പെടുത്തേക്കാണ് ക്രിസ്മസ് ആയിട്ട് അല്ലേ. അപ്പം ഇവിടെ ചിക്കൻ കറി വെക്കുമ്പോൾ പാവം എന്താ പച്ചക്കറിയാ ഒക്കെ കൂട്ടിയാണ് കഴിക്കണത്. അപ്പം എന്നോട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടാ, നോയമ്പ് കഴിയട്ടെ കാണിച്ചു തരാം ഇഷ്ടമുള്ള ഫുഡ്. ഞങ്ങൾക്ക് രണ്ട് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമെന്ന്. കഴിക്കി. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടിച്ചുവാരൽ പെരതൊടൊക്കെ തുടങ്ങിയ പരിപാടികളായിട്ടോ. അപ്പോൾ അടുപ്പത്താണ് കഞ്ഞി വെക്കാറുള്ളത്. കാരണം വേവ് കൂടിയ അരി ആയതുകൊണ്ട് അടുപ്പിലാണ് കഞ്ഞിക്ക് ഇടാറുള്ളത്. അപ്പോൾ അവിടെ കിടന്ന് വേവുമല്ലോ. അപ്പോൾ അപ്പൂന് ഞണ്ട് കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസൊക്കെ കുറേയൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കാലത്ത് ചപ്പാത്തി നമ്മൾ വൈകിയാണല്ലോ കഴിച്ചത്. അപ്പോൾ ചോറ് കുറച്ചാണ് ഞങ്ങൾ 2 പേരും എടുത്തിട്ടുള്ളത്. വിശപ്പില്ല, അപ്പോൾ കുറച്ചാണ് അതുകൊണ്ട് എടുത്തിട്ടുള്ളത്. അവൾക്കാണെങ്കിൽ ചിക്കൻ കറിയും ചിക്കൻ വറുത്തതാണ്. എനിക്ക് ബീറ്റ്റൂട്ട് വറുത്തും സലാഡും ആണ് കേട്ടോ. നോയമ്പായതുകൊണ്ട് ഇത് രണ്ടുമാണ് കറി. പിന്നെ കഞ്ഞിവെള്ളം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ മുറ്റത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാളാണെങ്കിൽ നല്ല പണിയിലാണ്, മമ്മിയാണ് കേട്ടോ. നല്ല തേപ്പാണ് കേട്ടോ, നല്ലൊന്നും ശ്വാസമില്ല മമ്മി തേക്കും. ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, തേച്ചോണ്ടിരിക്കണുണ്ടോ? കാലൊന്ന് വെളുപ്പിക്കും തേച്ച് ആ ഒരു മട്ടിലാണ്ടിരുന്ന് തേച്ചോണ്ടിരിക്കണ. വെളുക്കും ചാരം ഉപയോഗിച്ച് തേച്ച് ഇപ്പോഴും ഈ വിറകടുപ്പിലൊക്കെ കഞ്ഞി വെക്കണവരുണ്ടാവോ? ഉണ്ടാവൂലേ? ഉണ്ടാവായിരിക്കും.
വെളുത്തണ്ട കൊള്ളാല. അതാണ് കരി, ചാരം ഉപയോഗിച്ച് തേക്കണതാണ്. ഇത്രയൊക്കെ വെളുക്കോലേ? പിന്നെ ഇനി എന്താ പരിപാടി ഇത് കഴിഞ്ഞിട്ട്? വെള്ളം നിറച്ചേക്കട്ടെ. എന്നിട്ട് കലമസാല ചെയ്തല്ലേ? ചെയ്തരോ? വേണോ? ആ ഗായ്സ്, അപ്പത്തേ മമ്മി ഇത് തലയൊക്കെ മസാജ് ചെയ്ത് മുടിയൊക്കെ സെറ്റാക്കണണ്ട. ഫസ്റ്റ് മറ്റേ വെളിച്ചെണ്ണയില്ലേ, നാടൻ വെളിച്ചെണ്ണയാണ് തലയിലിട്ടത്. അപ്പോൾ തലയിലിട്ടത് ഇങ്ങനെ കാട്ടും. എല്ലാ ഞായറാഴ്ച എനിക്ക് ചെയ്തു തരും കേട്ടോ. ഒഴിവുള്ള ദിവസമൊക്കെ എനിക്ക് ചെയ്തു തരും ഇങ്ങനെ. നല്ല സുഖം, ഉറക്കം തന്നെ. ഹായ്, നല്ല കാറ്റും. പിന്നെ ഞങ്ങ തലയിൽ ഒരു മരുന്നിടും. എന്താ ഈ ഇതില്ലേ, ചായപ്പൊടിയും തുളസിയൊക്കെ വെച്ചിട്ട്. പക്ഷേ വളരെയാണെങ്കിൽ യൂട്യൂബിലിടും അല്ലേ? അതെ, പരീക്ഷിച്ച് നോക്കട്ടെ. ഇല്ലെങ്കിൽ എങ്ങാനും ഫ്ലോപ്പ് ആയാല അല്ലേ? എങ്ങാനും ഫ്ലോപ്പ് ആയാല? അതെ, നമുക്ക് പരീക്ഷിച്ച് നോക്കി വിജയിച്ചാൽ നമുക്ക് അത് യൂട്യൂബിലിടാം. ഉറക്കം വന്നി ഫൂഫ് ഇങ്ങനെ ആട്ടുമ്പോ. അയ്യോ, ഉറങ്ങല്ലേ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ചായ കുടിച്ചു. പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ രാത്രി അനീറ്റൊക്കെ കഴിക്കാനായിരുന്നെങ്കിലും ബ്രെഡും ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഫോണിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റ് ചെയ്ത് പോയിട്ടോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു. അങ്ങനെ രാത്രി കിടക്കാനുള്ള പരിപാടികളായി. അങ്ങനെ മുടിയെല്ലാം കെട്ടി വെച്ചിട്ട് അപ്പോൾ കിടക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.